ഒരിക്കൽ ഒരു സന്യാസി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ട്രെയിനിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ ഭാണ്ഡം ശിരസിൽ വെച്ചിരുന്നു. ഇത് കണ്ട മറ്റ് യാത്രക്കാർ സന്യാസിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ശിരസിൽ നിന്നും ഭാണ്ഡം താഴ്ത്തി വയ്ക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തന്നെ ഈ ട്രെയിനിൽ വളരെ ഭാരം വഹിക്കുന്നുണ്ടല്ലോ, ഇതുകൂടിയാകുമ്പോൾ വളരെ അധികമാവില്ലേ? യാത്രക്കാർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അദ്ദേഹം ഭാണ്ഡം താഴെ വെച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ, പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാണ്ഡം ഇപ്പോഴും വഹിക്കുകയല്ലേ? അവർ ചോദിച്ചു, എന്ത് ഭാണ്ഡം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാണ്ഡം നിങ്ങൾക്ക് കാണാവുന്നതാണ്, എന്നാൽ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത നിങ്ങളുടെ മനസ്സിൽ വലിയ ഭാണ്ഡങ്ങളുണ്ടല്ലോ, അവയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജീവിത ഭാരങ്ങളുടെ ഭാണ്ഡം, നിങ്ങളുടെ ആകുല ചിന്തയുടെ ഭാണ്ഡം. നിങ്ങൾക്കത് താഴെ വയ്ക്കുവാൻ കഴിയുമോ? എൻ്റെ ഭാണ്ഡം താഴെ വയ്ക്കുന്നതിനേക്കാൾ അതാണ് അത്യാവശ്യം. അപ്പോൾ സന്യാസി തങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. താഴ്ത്തി വയ്ക്കുവാൻ കഴിയാത്ത വിധമുള്ള എന്തെന്ത് ഭാരങ്ങളാണ് ഓരോ ദിവസവും നാം ചുമക്കുന്നത്. പലർക്കും നാളെയെ ഓർത്തുള്ള ആശങ്കകൾ, ചിലർക്ക് മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, ചിലർക്ക് തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ചിലർക്ക് ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾ. അങ്ങനെ എന്തെല്ലാം ഭാരം ചുമക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ഭാരത്തിൻ്റെ എല്ലാം പിമ്പിൽ ചില ഭയങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്നത് വളരെ സത്യമാണ്. നാളെ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാലോ, സമ്പത്ത് കള്ളന്മാർ അപഹരിച്ചാലോ, മക്കൾ ശരിയായി പഠിച്ചില്ലെങ്കിലോ എന്നിങ്ങനെയുള്ള ചില അശുഭ ചിന്തകളാണ് ഈ ഭാരങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. ഭയം എല്ലായ്പ്പോഴും നമ്മെ തകർക്കുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ്. പകരം എല്ലാം ശുഭമായി തീരുമെന്ന് വിശ്വസിക്കുവാൻ സാധ്യമാക്കുന്ന വിധം പോസിറ്റീവായി ചിന്തിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ തന്നെ കഴിവുകളിലേക്ക് നാം നോക്കിയാൽ അത് പ്രയാസമാണ്. നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കരുത്തനായ ഒരു ആത്മസുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ഈ ഭയത്തിന് ഒരു വ്യത്യാസമുണ്ടാവില്ലേ? അപ്പോൾ ആകുല ചിന്ത മാറി ധൈര്യപൂർവ്വം ജീവിക്കുവാൻ നമുക്ക് കഴിയില്ലേ? പക്ഷേ ഈ ലോകത്തിൽ മിക്ക സുഹൃത്തുക്കളും പ്രതിസന്ധികളിൽ കൈവിടുന്നവരാണ്. അതിനാൽ ഒരു നാളും നമ്മെ കൈവിടാത്ത, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ അധികം കരുതലുള്ള നമ്മുടെ ആത്മമിത്രമായ വലിയവനായ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ആ വലിയ ഉറപ്പ് നമുക്ക് നൽകുന്നതാണ്. ആകയാൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ ദൈവം നടത്തുവാൻ മതിയായവനാണെന്ന വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യമായി ജീവിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്നു.